ഗൈസ്, അപ്പം അങ്ങനെ ഫൈനലി ഞാൻ Q&A ഇട്ടിട്ടുണ്ട്. കുറേ എനിക്ക് മെസ്സേജ് വരുന്നു. Q&A അല്ല, മെയിൻ ആയിട്ട് കൂടുതൽ സൈക്കോളജിനെ പറ്റി. ഞാൻ സൈക്കോളജി പഠിക്കണ വന്നപ്പോ തന്നെ സൈക്കോളജിനെ പറ്റി കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ മുതൽ ഇന്റേൺഷിപ്പ് എവിടെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ പഠിച്ച കോളേജിനെ പറ്റി ചോദിച്ചിട്ടും കുറെ മെസ്സേജസ് വന്നിട്ടുണ്ട്. അപ്പൊ ഫൈനലി ഞാൻ Q&A തുടങ്ങാൻ പോവാണ്. അപ്പൊ ആദ്യം ഇതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്റെ പേര് ദിൽന മുജീബ്. ഞാനിപ്പോ BSc സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞു. ഞാൻ പഠിച്ചത് പാലക്കാട് യോഗക്ഷേത്ര കോളേജിലാണ്. ഡിഗ്രി അവിടെയാണ് കഴിഞ്ഞത്. പിന്നെ കുറെ പേര് ചോദിച്ചു എന്തിനു കോഴിക്കോടില്ല, ഞാൻ പാലക്കാട് വരെ പോയി പഠിച്ചു. അതെന്തുകൊണ്ടാ വെച്ചാല് ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ പോർട്ടൽ വഴി, അല്ല അങ്ങനെ പറയാൻ തോന്നുന്നു, ആരിക്യാപ്പ് എന്നുള്ള സംഭവമുണ്ട്, അതുവഴി നമ്മള് മെറിറ്റില് കയറില്ലേ, അങ്ങനെ ഞാൻ അവിടെ കൊടുത്തിട്ട് കയറിയതാണ്. അവിടെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് കയറിയതൊന്നല്ല. ഞാൻ കുറെ കോളേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കിട്ടിയത് യുവക്ഷേത്രമാണ്. ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും, ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടാവും, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാവും. പിന്നെ ഒന്നുകൂടി ഇട്ട് തോന്നുന്നു എനിക്ക് ട്രയലിലും ഫസ്റ്റിലും, അല്ല ട്രയലിൽ കിട്ടില്ല, ഫസ്റ്റിലും സെക്കൻഡിലും എനിക്ക് യോഗക്ഷേത്രം കിട്ടിയത്. സെക്കൻഡിൽ നമുക്കൊരു കോളേജ് കിട്ടി നമുക്ക് അവിടെ എന്തായാലും ടെമ്പററി ആയിട്ടെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ എന്തായാലും പോയി പെർമനന്റ് അഡ്മിഷൻ തന്നെ എടുത്തു. ഞാൻ വിചാരിച്ചു എന്റെ വിദ്യ ആ കോളേജ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് യോഗക്ഷേത്രത്തിൽ എത്തിപ്പെട്ടത്. ഇനി എന്റെ സ്ഥലം കോഴിക്കോട് മുക്കം. പിന്നെന്താ പറയണ്ടേ, എന്റെ വയസ്സ് 21 വയസ്സ്. എന്റെ വീട്ടിലെ ഉമ്മ, ഉപ്പ, അനിയത്തി, അനിയൻ. അനിയത്തി ഇപ്പൊ +2 കഴിഞ്ഞു, അനിയൻ ഇപ്പൊ 10th. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ആണ് അവിടെ എഴുതി വെച്ചിട്ടൊക്കെ. ഓക്കെ, ആദ്യം തന്നെ കുറേ പേരുടെ ഡൗട്ട്സ് യോഗക്ഷേത്രനെ പറ്റിയാണ്. ഇനി നിങ്ങൾ പഠിക്കാൻ പോണവരാണെങ്കിൽ നിങ്ങൾക്ക് 4 ഇയർ ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾക്കൊക്കെ 3 ഇയേഴ്സ് ആയിരുന്നു, നിങ്ങൾക്ക് അത് 4 ഇയർ ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാൻ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചപ്പോൾ ഫീസ് എന്തായിരുന്നു വെച്ചാൽ 86,000 ആണ്. 86,000 അടുത്തായിരുന്നു ഫീസ് ഉണ്ടായിരുന്നത് 3 വർഷത്തേക്ക് കേട്ടോ. അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. പിന്നെ ഹോസ്റ്റൽ ഫീസ് കുറെ പേര് ചോദിച്ചു. ഹോസ്റ്റൽ ഫീസ് പറഞ്ഞാൽ നമുക്ക് 1 ഇയറിൽ ഒരു 15,000 അവിടുത്തെ അക്കോമഡേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കണം. അതേപോലെ തന്നെ ഓരോ മാസവും 4,500 രൂപ ഫുഡിന്റെ ഫീസ് അടയ്ക്കണം. ഈ 4,500 നമ്മളൊരു 5 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് എടുക്കുകയാണെങ്കിൽ കുറയും. അതേപോലെ കോളേജ് നമുക്ക് ലീവ് തരും. ചില സമയത്ത് ടീച്ചേഴ്സിന് വാല്യുവേഷൻ ക്യാമ്പ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കോളേജായിട്ട് നമുക്ക് ലീവ് തരുമ്പോഴും ഈ ഫീസ് കുറയും. അപ്പൊ ടോട്ടൽ ഒരു 1,80,000 ഒക്കെ അടുത്ത് മൊത്തം 3 വർഷത്തേക്ക് ഫീസ് ആയിട്ടുണ്ട്. അത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹോസ്റ്റൽ ഫീസ് മാത്രം. കോളേജ് ഫീസ് പറഞ്ഞാൽ 86,000 ആണ് 3 വർഷത്തേക്ക്. ഓക്കെ, പിന്നെ അവിടെ മാനേജ്മെന്റ് കോട്ട ഉണ്ട്. മാനേജ്മെന്റ് കോട്ടയ്ക്കും സെയിം ഫീസ് ആണ്. മാനേജ്മെന്റ് കോട്ടയിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം എന്തോന്ന് ഡൊണേഷൻ കൊടുക്കണം. പക്ഷെ ആ ഡൊണേഷൻ നമുക്ക് പോകുമ്പോൾ തിരിച്ചു തരും എന്നാണ് എന്റെ ഫ്രണ്ട്സ് കയറിയവർ പറഞ്ഞത്. ഇനി നിങ്ങൾ വരുന്നവർക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ യുവക്ഷേത്രത്തിനെ പറ്റി മൊത്തത്തിൽ ഞാൻ പറയാനാണെങ്കിൽ, ഞാൻ പഠിച്ചത് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ അടിപൊളിയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇതിലും വൈബ് കോളേജിലും ഗവൺമെന്റ് കോളേജിൽ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഇവരൊക്കെ എന്റെ വീഡിയോസ് കാണുമ്പോൾ പറയും ഇത്ര വൈബ് ഒന്നും ഞങ്ങളുടെ കോളേജില്ല. കാരണം ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടീച്ചേഴ്സാണ്. എല്ലാം ഭയങ്കര യങ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഭയങ്കര നമ്മുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ടൈപ്പ് ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹം, നിങ്ങൾ ധൈര്യമായിട്ട് ചേർന്നു. അത്ര അടിപൊളി ടീച്ചേഴ്സ് ആണുള്ളത്. പക്ഷെ കോളേജ് കുറച്ച് സ്ട്രിക്റ്റ്. എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാൻ, എല്ലാവർക്കും അതേപോലെ ആണെന്നില്ല. ആ കോളേജ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. എനിക്ക് കോളേജ് പൊതുവെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് തോന്നി. കാരണം എന്താ പറയാ, നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. കോളേജ് പോകണം പഠിക്കാനാണെന്ന് ഇപ്പൊ എല്ലാരും പറയും, പക്ഷെ സ്റ്റിൽ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ, എല്ലായിടത്തും CCTV ഉണ്ടാവും. അങ്ങനെ ചില ഡിപ്പാർട്ട്മെന്റ് കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റും ആണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, പ്രശ്നമില്ല. അപ്പം അങ്ങനത്തെ സ്ട്രിക്റ്റ് കോളേജിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിന്റെ കുഴപ്പമില്ല. പക്ഷെ പഠിത്തത്തിന്റെ കാര്യം, അത് നിങ്ങൾക്ക് പഠിക്കാനാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ധൈര്യം യോഗക്ഷേത്രം കൊടുക്കുക. കാരണം അടിപൊളി ടീച്ചേഴ്സാണ്, നല്ല ക്ലാസ്സസ് ആണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കും. നമ്മളെ തലയിൽ എല്ലാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ആക്കി തരും. അതൊക്കെ അടിപൊളി. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും നിങ്ങളുടെ ഫീസ് എങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഫീസ് എന്ന് വെച്ചാല് ഇപ്പം കയറിയ ജൂനിയേഴ്സിനൊക്കെ ഒരു 1 lakhന്റെ മേലെ ഉണ്ട് ഫീസ്. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. 1 lakhന്റെ അബൌണ്ട് ഫീസും. അങ്ങനത്തെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങള് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങള് കോളേജിന്റെ വെബ്സൈറ്റ് ഉണ്ടാവും, അതിലൊരു കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. അതിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ തന്നെ പറഞ്ഞു തരും. അപ്പൊ ഈ വീഡിയോസിൽ കാണുന്ന ആ ഒരു വൈബും അടിച്ചുപൊളി മാത്രമൊന്നുമല്ല കേട്ടോ. കോളേജിൽ പരിപാടികളുടെ കാര്യം പറയാനാണെങ്കിൽ ഈ ഓണം, പിന്നെന്താണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉച്ച വരെ ഉണ്ടാവും. ഓണം ക്രിസ്മസ് ഒക്കെ ഉച്ച വരെ ഉണ്ടാവാറുള്ള പരിപാടി.
അതേപോലെ ആകെ കോളേജ് ഡേയും ആർട്സും ഒക്കെയാണ് ഒരു വൈകുന്നേരം വരെ ഉണ്ടാവുന്നത്, 3:30 വരെ. ബാക്കി എല്ലാ പരിപാടിയും ഉച്ചയ്ക്ക് കഥമാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മൾ വിചാരിക്കട്ടെ ഭയങ്കര വൈബ് DJ പരിപാടിയും ഗസ്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല. ഗസ്റ്റിനൊക്കെ കൊണ്ടുവരും, പക്ഷെ നമ്മുടെ ഇപ്പൊ കണ്ടുവരുന്ന ടൈപ്പ് കോളേജ് അല്ല അത്. പിന്നെ ഫോണിന്റെ കാര്യം കുറച്ച് സ്ട്രിക്റ്റ് ആണ്. 9:30 നമ്മൾ ക്ലാസ്സിന് പോയാൽ 9:30 മുതൽ 3:30 വരെയാണല്ലോ ക്ലാസ്. അതിലൊരു 9:25 ആകുമ്പോ അല്ലെങ്കിൽ 35 ആകുമ്പോൾ ഫോൺ വെക്കണം, ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് പിന്നെ തരിക 3:30 ശേഷമാണ്. ഇനി നമുക്ക് വല്ല ഫൈനൽ ഇയർ ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പ്രൊജക്റ്റും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഫോണ് തരാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ റീൽസ് എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ. പിന്നെ ഫൈനൽ ഇയർ ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആണ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ സിലബസിനെ പറ്റി പറയാനാണെങ്കിൽ, അല്ലെങ്കിൽ സൈക്കോളജിനെ പറ്റി ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇനി മനസ്സിലെന്താണല്ലോ പറഞ്ഞുതരൂ, ഞാൻ ഇപ്പൊ എന്താ ചിന്തിക്കണേ പറയൂ. അതല്ല സൈക്കോളജി. നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കറന്റ് ഇമോഷൻ, എന്തുകൊണ്ടാണ് ആ ഇമോഷൻ വന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും, ഈ ഇമോഷൻ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങളാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ മനസ്സിലെന്ത് ചിന്തിച്ചു, നമ്മുടെ മനസ്സിലെന്താ നമുക്ക് പോലും അറിയില്ല, പിന്നെ എങ്ങനെ വേറെ ഒക്കെ മനസ്സിലാവും. അപ്പം അതല്ല സൈക്കോളജി. എനിക്ക് സൈക്കോളജി ഉണ്ടായ ഒരു ബെനിഫിറ്റ് അതാണ്. എനിക്ക് പെട്ടെന്ന് സങ്കടം വന്ന് എനിക്ക് തന്നെ ചിന്തിച്ച ഓക്കെ, ഇന്നാൾ ഈ സംഭവം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എനിക്ക് സങ്കടം വന്നത്, അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അത് സൈക്കോളജി പഠിച്ചുകൊണ്ടായ ഒരു ബെനിഫിറ്റ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും അവരുടേതായ ഒരു ലൈഫ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും അവരുടേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് അതിനനുസരിച്ച് ആൾക്കാരെ എന്താ പറയുക വിലയിരുത്തും. അതെനിക്ക് മനസ്സിലായി സൈക്കോളജി കൊണ്ട്. അപ്പൊ അതൊക്കെയാണ് സൈക്കോളജി. പിന്നെ നിങ്ങളുടെ സിലബസിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാല് ഇൻട്രൊഡക്ഷൻ ഉണ്ട് സൈക്കോളജിയിലായിട്ടുള്ളത്. പിന്നെ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ചാപ്റ്റർ അല്ല, സബ്ജക്റ്റ് അല്ല, ബുക്കിന്റെ നിങ്ങളെ ഇതിന്റെ പേരാണ്. അതേമാതിരി അസസ്മെന്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ മനുഷ്യന്മാർ തമ്മിലെ ഡിഫറൻസ് എന്താണ്, പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഡെവലപ്മെന്റ്, അങ്ങനത്തെ ഒരുപാട് അടിപൊളി കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ 4 ഇയർ ഡിഗ്രിയിലായിട്ട്. ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നു, പക്ഷെ ഞങ്ങളിലൊക്കെ തന്നെയാണ് നിങ്ങൾക്കുള്ളത്, പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര ബെനിഫിറ്റാണ്. അതൊക്കെയാണ്. പിന്നെ സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് സൈക്കോളജി ഉണ്ട്, ഹ്യൂമൻ ഫിസിയോളജി ഉണ്ട്, അതായത് ബയോളജിയാണ് മെയിൻ ആയിട്ട്. ബ്രെയിന്, പിന്നെന്താ നമ്മുടെ ഹാർട്ട്, അങ്ങനത്തെ കാര്യം. ഹാർട്ട് അല്ല, ബ്രെയിനിന്റെ ഫങ്ഷൻസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് പഠിക്കാണ്ട്. ഞങ്ങൾക്കതൊരു 3 സെമ്മിലോ അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്, 2 or 3 സെമ്മിലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത് എത്ര സെമ്മിലുണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഉള്ളത് സ്റ്റാറ്റി. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈക്കോളജിയിൽ എന്തിനാ സ്റ്റാറ്റി. ഞാനൊക്കെ മാത്സ് എനിക്ക് ഇഷ്ടമല്ല, അപ്പൊ ഞാന് സൈക്കോളജി എടുക്കാലോ, മാത്സ് ഉണ്ടാവില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് പോയി. പക്ഷെ സ്റ്റാറ്റി കുറച്ച് സീന്. മാത്സ് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ സ്റ്റാറ്റി കുറച്ച് സീനായിരിക്കും. എനിക്ക് കുറച്ച് ടഫാ, എനിക്ക് മാത്സ് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എല്ലാ പ്രാവശ്യവും സ്റ്റാറ്റി ഞാൻ അങ്ങനെ കഷ്ടിച്ച് പാസ്സാവലായിരുന്നു. അപ്പൊ സ്റ്റാറ്റി എന്തിനാന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാല് നമുക്ക് ഫൈനൽ ഇയർ ആവുമ്പോൾ നമ്മൾ റിസർച്ച് നടത്തണം, നമ്മളൊരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണ്ടാവും. അതിൽ നമുക്ക് ഈ സ്റ്റാറ്റിയിൽ പഠിച്ച സംഭവങ്ങൾ ആവശ്യം വരും. സ്റ്റാറ്റിൽ നമ്മൾ കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നമുക്ക് സൈക്കോളജിയിൽ ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ ആവശ്യം വരും. അതുകൊണ്ടാണ് സ്റ്റാറ്റി പഠിക്കുന്നത്. ഞാനൊക്കെ പക്ഷെ തട്ടിമുട്ടി പാസ്സായതാണ്. അപ്പൊ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് എനിക്ക് തോന്നുന്നത് 3 or 4 സെമ്മിലായിരുന്നു. ഫൈനൽ ഇയറിൽ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു, അവിടെ രക്ഷപ്പെട്ടതായിരുന്നു. 5th or 6th സെമ്മിൽ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. നിങ്ങളുടെ കാര്യം ഏതൊക്കെ സെമ്മിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, അത് നിങ്ങളെ ചോദിച്ചു നോക്കുക. പിന്നെ ഉള്ള സബ്ജക്ട് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കാൻ, ലാംഗ്വേജ് ഉണ്ടാവും, ഹിന്ദി, മലയാളം, അങ്ങനെ ലാംഗ്വേജസ് ഉണ്ടാവും. ഞങ്ങളുടെ കോളേജിൽ ഹിന്ദിയും മലയാളവും ഫ്രഞ്ചും ആണുള്ളത്. ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്. പിന്നെ MDC എന്ന സബ്ജക്ട് ഉണ്ട്. അതിലും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് അല്ലാണ്ട് പുറത്തുനിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു കോഴ്സ് പഠിക്കാം. ഇപ്പൊ ജോഗ്രഫി പഠിക്കാം, അല്ലെങ്കിൽ BBA പഠിക്കാം, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതൊക്കെ തന്നെയാണ് ഇതിന്റെ അറിവിൽ നിങ്ങൾക്കുള്ള സിലബസ്, സബ്ജക്ട്. ബാക്കി ഡീറ്റെയിൽസ് കൂടുതൽ വാസ്റ്റ് ആയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ സീനിയേഴ്സ് ആരോടെങ്കിലും ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ അടിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും സിലബസ്. സൈക്കോളജി സിമ്പിൾ ആണ്. സൈക്കോളജി സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് തിയറി ഭയങ്കര ഇഷ്ടം. ഞാൻ 9, 10 പഠിക്കുമ്പോൾ എന്റെ ഫേവറേറ്റ് സബ്ജക്ട് ആണ് ഹിസ്റ്ററി. എനിക്ക് തിയറീസ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൈക്കോളജി സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ എന്ന് വെച്ചാൽ അത്ര കടുകട്ടിന്നൊന്നും പറയാനില്ല. കുറെ തിയറീസ് ഉണ്ടാവും കേട്ടോ, 1-2 തിയറി അല്ല, കുറെ തിയറീസ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാവുന്നതല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളിങ്ങനെ ഇത് പഠിക്കുമ്പോഴോ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ ആണല്ലോ ആൾക്കാരുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ തിയറി പഠിക്കുന്ന
പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി ഇഷ്ടം. പിന്നെ ചോദിച്ച ചോദ്യമാണ് ഹൗ ഡു യു മാനേജ് ടു മെമ്മറൈസ് ഓൾ ദീസ് തിയറീസ്. എങ്ങനെയാണ് ഈ എല്ലാ തിയറീസും മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാല് അതിനെല്ലാം നമ്മൾ അങ്ങനെ മെമ്മറൈസ് ചെയ്യണം. ഞാനൊക്കെ തലേന്ന് അല്ലെ അന്ന് രാവിലെ ഇരുന്ന് പഠിച്ചു പോയി എക്സാം എഴുതുന്ന ടൈപ്പ് ആളാണ്. ഇങ്ങനെ മെമ്മറൈസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയില്ല. അതൊക്കെ എങ്ങനെയും കുത്തിക്കയറ്റി പോയി പഠിക്കലാണ്. അല്ലാതെ ഇങ്ങനെ കുറെ 1-2 മാസം എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് തിയറീസ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് എന്തായാലും സൈക്കോളജി ഇഷ്ടം. കാരണം കുറച്ചധികം തിയറീസ് ആണ് കൂടുതലുള്ളത്. ഈ സ്റ്റാറ്റി ഒക്കെ മാത്രം ഇത്തിരി ഉള്ളത്. പിന്നെ കോളേജ് എപ്പോഴാ റീ ഓപ്പൺ ചെയ്യണേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോളേജ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. കോളേജ് റീ ഓപ്പൺ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 12-നായിരുന്നു ക്ലാസ് തുടങ്ങിയത്. നിങ്ങളുടെ ഇപ്പം സെക്കൻഡ് ഇയേഴ്സ് ആവുന്നവർക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ അല്ലെ ഓഗസ്റ്റ്, ജൂലൈ ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കും ആ സമയമൊക്കെ ആയിരിക്കും, ജൂലൈ തന്നെ ആയിരിക്കും. ഇതിപ്പോ മെയ് ആയിട്ടല്ലേ ഉള്ളൂ. എന്തായാലും ഒരു 1 മന്തിന്റെ കൂടുതൽ ഈ അഡ്മിഷനും കാര്യങ്ങളിലൊക്കെ പോകും. അപ്പൊ എന്തായാലും ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഒക്കെ ആയിരിക്കും. ജൂലൈ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ചോദിച്ചൊരു കാര്യമാണ് യോഗക്ഷേത്രത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള ടിപ്പ്. യോഗക്ഷേത്ര പഠിക്കാൻ ടിപ്പ് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. അതൊക്കെ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം? അതൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിച്ച് നമ്മള് ഓക്കെ. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞല്ലോ അവിടെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്ലാസ് കട്ടിയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ സ്കില്ല് ഉപയോഗിച്ച് ചെയ്യണം. അല്ലാതെ നമ്മളായിട്ട് എന്താ ഇങ്ങനെ പറഞ്ഞു ചെയ്യരുത്. നമ്മൾ അവിടെ മനസ്സിലാക്കണം ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് സ്ട്രിക്റ്റ്, ഏതൊക്കെ ടീച്ചേഴ്സ് നമുക്ക് കയ്യിലെടുക്കാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കാൻ. ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതും കുറേ പേരെ ചോദിച്ചു. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 മന്ത്. അത് തുടങ്ങിയത് മുതൽ ഇന്ന് രാവിലെ വരേക്ക് മെസ്സേജസ് വന്ന് ഇന്റേൺഷിപ്പിനെ പറ്റി പറയുമോ എന്ന് പറഞ്ഞു. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് നമ്മുടെ കോഴിക്കോട് പുറക്കാട്രി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അഫാസ് വെൽനെസ്സിലാണ്. അപ്പം ഇവിടേക്ക് എങ്ങനെ എത്തിയെന്ന് കുറെ പേര് ചോദിച്ചു. ഞങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽസിൽ ചെയ്യണം അല്ലെ ക്ലിനിക്കിൽ ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. ഇവിടെ സീനിയേഴ്സ് പറഞ്ഞു ഇവിടെ ക്ലാസ് ആണെന്ന്. അപ്പൊ ക്ലാസ് ആണ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ക്ലാസ് മാത്രം കേട്ടിരുന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ 3 വർഷം ക്ലാസ്സിൽ തന്നെ ഇരുന്നത്, ഇനി നമുക്ക് പ്രാക്ടിക്കൽ ആണല്ലോ വേണ്ടതൊക്കെ ആയിരുന്നു മൈൻഡില്. പക്ഷെ പിന്നെ പോയി നോക്കാൻ വിചാരിച്ചു. പക്ഷെ പോയി നോക്കിയപ്പോഴല്ലോ ഈ 1 മന്ത് ഭയങ്കര ബെനിഫിറ്റ്. ഈ 3 വർഷം കൊണ്ട് പഠിക്കാതെ കുറെ കാര്യങ്ങൾ. ഇപ്പം ഡിഗ്രി പഠിക്കുമ്പം ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി വരുമ്പോൾ CBT കൊടുക്കുക, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി ഉണ്ട്. ഈ തെറപ്പി കൊടുക്കുക പേഷ്യന്റിനെ നോർമൽ ആക്കാൻ നമുക്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്താ CBT എന്താ, ഇതെങ്ങനെ കൊടുക്കണം, ഇതെങ്ങനെ അസസ്, ഇങ്ങനത്തെ ഒന്നും പഠിച്ചിട്ടില്ല. ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത് ഈ ഇന്റേൺഷിപ്പിന് പോയപ്പോഴാണ്. പിന്നെ ഇന്റേൺഷിപ്പ് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് PGക്ക് പോകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഏതെടുക്കണം, ഏത് സ്ട്രീം എടുക്കണം. ഇപ്പൊ കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോളജിയിൽ തന്നെ കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ട്, അപ്ലൈഡ് ഉണ്ട്, ജനറൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതിലോട്ട് പോകാനാ താല്പര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു ഇന്റേൺഷിപ്പ്. അപ്പൊ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, സോഷ്യൽ വർക്കിലോട്ട് പോകണോ അതോ ഞാൻ വല്ല കൗൺസിലിംഗ് എടുക്കണോ അല്ലെങ്കിൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കണം. പക്ഷെ എനിക്ക് ഇന്റേൺഷിപ്പിന് പോയപ്പോൾ മനസ്സിലായി ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും എനിക്ക് സെറ്റ് ആവൂല. എനിക്ക് കൂടുതൽ താല്പര്യം സോഷ്യൽ വർക്ക്, ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് താല്പര്യം മനസ്സിലായി. അതിനു വേണ്ടിയിട്ടാണ് ഇന്റേൺഷിപ്പിന് പോവാ. ഞങ്ങൾ ചെയ്തത് ടിപ്പിന്റെ 22nd ബാച്ച് ആയിരുന്നു കേട്ടോ. ഞങ്ങള് അഫാസ് വെൽനെസ്സിലാണ് ഇന്റേൺഷിപ്പ്. അവിടെ എന്താന്ന് വെച്ചാല് അവിടുത്തെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. അവിടെ എന്ന് വെച്ചാല് ഈ 1 മന്ത് ക്ലാസ്സസ് ആയിരുന്നു. ക്ലാസ് എന്ന് വെച്ചാല് എന്താണ്, ഈ കേസ് ഹിസ്റ്ററി എടുക്കണം എങ്ങനെയാണ്, MSc എന്താണ്, ലേണിംഗ് ഡിസബിലിറ്റിന്റെ അസസ്മെന്റ് എങ്ങനെയാണ്, പിന്നെന്താ ആൻസൈറ്റി മെഷർ ചെയ്യൽ എങ്ങനെയാണ്, ഡിപ്രഷന്റെ സ്കെയിൽ മെഷർ ചെയ്യൽ എങ്ങനെയാണ്, ഒരുപാട് ഡിസോർഡേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ്, അങ്ങനെ നമ്മൾ ഈ ഡിഗ്രിയിൽ പഠിച്ചതെല്ലാം ബ്രീഫായിട്ട് അതിന്റെ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഈ 1 മന്ത് കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റിട്ടോ. ക്ലാസ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചടപ്പുണ്ടാവും, പക്ഷെ അത് ഒരു ബോറും ഇല്ലാത്ത ക്ലാസ് കേട്ടോ. നമ്മളിങ്ങനെ അഫ മാമിന്റെ ക്ലാസ് നമ്മളിങ്ങനെ കേട്ടിരുന്നു. അത് അടിപൊളി. മാമിന് ഭയങ്കര സ്കില്ലാണത്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, നിങ്ങൾ എന്തായാലും ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണം. അത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് ചെയ്യുക. ഞാനൊക്കെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ ഉടനെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. അത് പക്ഷെ എനിക്ക് അത്ര ഒരു ഇതുണ്ടായില്ല, കാരണം എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അറിയാണ്ട് ഞാൻ പോയി ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. അപ്പം സെക്കൻഡ് ഇയറിലൊന്നും ഞങ്ങൾ ഈ ഡിസോർഡേഴ്സിനെ പറ്റിയത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല. അതൊക്കെ പഠിച്ചത് ഫൈനൽ ഇയർ ആയപ്പോഴാണ്. അപ്പൊ ഇത് എന്താന്ന് പോലും അറിയാതെ ഞാൻ പോയി ഇങ്ങനെ ഓരോ പേഷ്യൻസിനെ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇത് പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് ഇന്ന ഡിസോർഡർ ആയിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നുള്ളത്.
അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ സിലബസ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ ആ ഡിസോർഡേഴ്സിനൊക്കെ പറ്റി അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് പോയിക്കോളൂ. അത് നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഇനി അല്ലെങ്കിൽ തേർഡ് ഇയർ കഴിഞ്ഞിട്ട് പോയാലും മതി. ഇത്രയും ഞങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടി. ഈ ക്ലാസ്സസ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒരു 3-4 ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ലോയർ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം ഈ 1 മന്ത് ഇന്റേൺഷിപ്പിന്റെ കൂടെ ഈ ക്ലാസ്സസിന്റെ കൂടെ 2 ദിവസം നമുക്കൊരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ പറഞ്ഞാൽ മാനസ് എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട്. ഈ മാനസ് സെന്ററിൽ പോയിട്ട് നമുക്ക് 2 ദിവസം പേഷ്യൻസ് ആയിട്ട് അവിടെയുള്ള പേഷ്യൻസ് ആയിട്ട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അവരുടെ കേസ് ഹിസ്റ്ററി എടുക്കുക, MSc എടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. അപ്പം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുടെ ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, അല്ലെങ്കിൽ വേറെ എടുക്കണോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇനി കുറെ പേര് ചോദിച്ചു സ്റ്റേനെ പറ്റി. സ്റ്റേ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ തരാം ഫസ്റ്റ് വെൽനസിന്റെ. അവിടെ കോൺടാക്ട് ചെയ്താൽ തന്നെ മാം നിങ്ങൾക്ക് നമ്പർ തരും. മാമും ഒരു സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഞങ്ങൾ നിന്ന സ്റ്റേ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അവിടുത്തെ നമ്പർ മാം തന്നെ നിങ്ങൾക്ക് തന്നോളാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അപ്പം ഫുഡും എല്ലാം ഞങ്ങൾ വിളിച്ച് പറഞ്ഞ സ്റ്റേന്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ തന്നെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി അഡ്മിഷൻ കൊടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജസ്, ആ കോളേജസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പൊ ഗൂഗിളിലോ ChatGPTനോടോ ചോദിച്ചാൽ കിട്ടും. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ പോകണം, എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് കോളേജുകൾ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും പോകാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോളേജ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിട്ടിയാൽ നിങ്ങൾ പോകേണ്ടി വരുന്ന ഒരു സംഭവം. ഇപ്പൊ നിങ്ങൾ 10 കോളേജ് കൊടുത്തില് അതില് 8ാമത്തെ കോളേജ് നിങ്ങൾക്ക് കിട്ടി വിചാരിക്കും. അപ്പൊ താഴെയുള്ള 2 താനേ ക്യാൻസൽ ആയി. അപ്പൊ ആ താഴെയുള്ള 2 കോളേജ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള കോളേജ് ടോപ്പിൽ വെക്കണം. എന്നിട്ട് താഴ്ത്തി വെക്കുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിലൊക്കെ ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം ചിലപ്പോൾ വേറെ കോളേജ് കിട്ടണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യമാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇത്രയൊക്കെയാണ് Q&A വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ വീഡിയോന്റെ അടിയിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.